ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയിൽ വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ്, വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് വിവരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 10/11/2025 ചേർന്ന PSC കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് പുതിയ സിവിൽ പോസ്റ്റുകൾ, അതായത് സിവിൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് വിവരങ്ങൾ നമുക്ക് കിട്ടിയത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. നമുക്ക് ആദ്യം വരുന്നത് പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുമുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നേക്കുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ. അതേപോലെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ. ഇങ്ങനെ 3 പോസ്റ്റുകളാണ് മെയിനായിട്ട് സിവിൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ട്രെയിനിങ് ഇൻസ്ട്രക്ടറിനെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2018 ഡിപ്പാർട്ട്മെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിഫിക്കേഷൻ 3 year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ റിലേറ്റഡ് ട്രേഡ് ഫ്രം പോളിടെക്നിക് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 56,700 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇത് പ്രീവിയസ് ഇയറിൽ വന്ന, അതായത് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ 3 year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റിലേറ്റഡ് ട്രേഡ് ഫ്രം പോളിടെക്നിക് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള. അപ്പം നെക്സ്റ്റ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ നോക്കുവാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ്. 2021 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്. സെക്കൻഡ്, മസ്റ്റ് possess any of the following qualifications, അതായത് പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് ദി മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ. സെക്കൻഡ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ 3 year കോഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഡിപ്ലോമ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ആസ് ഇക്വലന്റ് ദെയർ ടു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇവയിൽ ഏതെങ്കിലും ഒന്ന്, അതായത് പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് ദി മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്. സെക്കൻഡ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ. ഇപ്പോൾ 3 year കോഴ്സ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് SSLC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 രൂപ മുതൽ 56,700 വരെയാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ ആണിത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. നെക്സ്റ്റ് നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 സിവിലിൻ്റെ നോക്കുവാണെങ്കിലും ഇതിൻ്റെയും ഡിപ്ലോമ തന്നെയായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2010. അപ്പം ഇത്രയും ചാൻസസ് ആണ് സിവിൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നത്. അപ്പം നല്ലൊരു അവസരമാണ്. ഈ ഒരു എക്സാമിന് എല്ലാമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് കോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.